ഹായ്, വെൽക്കം ടു ലേണിങ്സ്. അപ്പോൾ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, CWSN. ഫിസിക്കൽ നീഡ്സ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് നമ്മൾ ആ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കുമ്പോൾ തന്നെ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾ അതെന്തൊക്കെ ആവാം? ഫിസിക്കൽ നീഡ്സ് ആവാം, ഇൻ്റലക്ച്വൽ നീഡ്സ് ആവാം, ഇമോഷണൽ നീഡ്സ് ആവാം, അല്ലെങ്കിൽ സെൻസറി നീഡ്സ് ആവാം. ഫിസിക്കൽ നീഡ്സ് പറഞ്ഞാൽ നമുക്ക് കൈക്കും കാലിനും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ബോഡി സംബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉള്ള കുട്ടികൾ, പ്രോബ്ലംസ് റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ഓർ ബോഡി ഫങ്ഷൻസ്. ഓക്കെ. ഇൻ്റലക്ച്വൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യാൻ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക് ആവശ്യം വരുന്ന നീഡ്സ്. ഡിഫിക്കൽറ്റി ഇൻ ലേണിംഗ് ആൻഡ് തിങ്കിങ്. ഓക്കെ. ഇമോഷണൽ നീഡ്സ്, പ്രോബ്ലംസ് ഇൻ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ കൺട്രോൾസ്. ഈ ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കൊക്കെ ഒരുപാടുണ്ടാവും. അവരുടെ ലൈഫ് എൻവയൺമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്, ഈ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്ന, പെട്ടെന്ന് കരയുന്ന, അങ്ങനെയൊക്കെ പല രീതിയിൽ പല കോലത്തിൽ ബുദ്ധിമുട്ട് കാണിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സ്പെഷ്യൽ അറ്റൻഷൻ നമുക്ക് കൊടുക്കാനും കഴിയില്ല, അവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല. സോ ഇമോഷണൽ നീഡ്സും നമ്മൾ സ്പെഷ്യലി ചിലപ്പം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതേപോലെ സെൻസറി നീഡ്സ്, ഡിഫിക്കൽട്ടീസ് ഇൻ ഹിയറിംഗ് ആൻഡ് സീയിങ്. തീരെ കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ട്. അതായത് ബ്ലൈൻഡും ഡഫും ആയ ആൾക്കാരുണ്ടാവും. അതുമല്ല, ചിലർക്ക് ചില രീതിയിൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുക. സോ അവിടെ നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. രണ്ടും ഒരേപോലെ തന്നെയാണ്. സ്പെഷ്യൽ നീഡ്സിൻ്റെ ആവശ്യമുള്ളതാണ് ഞാൻ നല്ല എടുത്തു വരാൻ കാരണം ഫുള്ളി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. സോ ഇതിൽ വന്നുള്ള MCQs, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കാറ്റഗറി ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇതിൽ സ്പെഷ്യൽ നീഡ്സ് സ്പെഷ്യൽ നീഡ്സ് ആവശ്യം വരുന്ന അതായത് ഇതിൽ ഉൾപ്പെടാത്തത്, അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫിസിക്കൽ നീഡ്സ് നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്, ഇൻ്റലക്ച്വൽ നീഡ്സ് ആവശ്യമായിട്ട് വരാറുണ്ട്, ഇമോഷണൽ നീഡ്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. ബട്ട് കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഇതിന് സ്പെഷ്യൽ നീഡ്സിന് ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് കം അണ്ടർ. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് അതായത് തീരെ കേൾക്കില്ല എന്നല്ല, അതിലുള്ള വ്യത്യാസങ്ങൾ വരുന്നവർ എന്തിനുണ്ടല്ല വരിക. സോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ മൊത്തമായിട്ട് കേൾക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു ഇതിനുണ്ടറിൽ വരുള്ളൂ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ. സോ ഇതെന്തിനുണ്ടല്ല വരിക? ഫിസിക്കൽ ഡിസബിലിറ്റി ആണോ? അല്ല. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആണോ? അല്ലെങ്കിൽ ഇമോഷണൽ ഡിസോർഡർ ആണോ? ഒന്നുമല്ല, സെൻസറി ഡിസബിലിറ്റി ആണ്. നമ്മൾക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവിൽ, കേൾക്കുക എന്നുള്ള സെൻസ് ചെയ്യാന്നുള്ള പ്രോസസ്സിനെ വരുന്ന ഡാമേജ് അല്ലെങ്കിൽ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. സോ സെൻസറി ഡിസബിലിറ്റിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ലേണേഴ്സ്, ഡിസഡ്വാൻറ്റേജ്ഡ് ലേണേഴ്സ്, അതായത് ചിൽഡ്രൻസ് ഫ്രം എക്കണോമിക്കലി ആൻഡ് സോഷ്യലി വീക്ക് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ എൻവയൺമെൻറ്റ് നമ്മുടെ ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യും എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ ലേണേഴ്സിൽ ഡിസഡ്വാൻറ്റേജിൽ പെട്ടതാണ് അവരുടെ എക്കണോമിക് സ്റ്റാറ്റസും അതേപോലെ അവരുടെ സോഷ്യലി വീക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സും. ഈ ഭയങ്കര തെരുവെന്നൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവർ പഠിക്കുന്നത് എന്നുള്ള ലെവലിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം ആ കുട്ടി തെരുവെന്നൊക്കെ വന്നിട്ടാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യലാക്കി പറയാറില്ലേ? അത് ഇങ്ങനത്തെ ഒരു സംഭവത്തിനോടാണ്. അവർക്ക് അവരുടെ ലേണിങ്ങിൽ വരുന്ന ഡിസഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ലേണേഴ്സിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് പെട്ടതാണ് അവരുടെ സറൗണ്ടിങ്സ്, റഷായിട്ടുള്ള സറൗണ്ടിങ്സ്, എൻവയൺമെൻറ്റ്, അവർക്ക് പഠിക്കാൻ ഒട്ടും ഓക്കെ അല്ലാത്ത സറൗണ്ടിങ്സൊക്കെ. സോ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലേണിങ്സിൽ പെട്ടതാണ് എക്കണോമിക്കലി അല്ലെങ്കിൽ സോഷ്യലി വീക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്ന കുട്ടികൾ. ഡിപ്രൈവ്ഡ് ലേണേഴ്സ്, ചിൽഡ്രൻസ് ലാക്കിംഗ് ബേസിക് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട്. അതായത് ഡിപ്രൈവ്ഡ് ലേണേഴ്സ് എന്ന് പറയുന്നത് ആരെയാണ്? അവർക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള എഴുത്ത് A, I, U പഠിച്ചിട്ടുണ്ടാവില്ല, ABCD പഠിച്ചിട്ടുണ്ടാവില്ല, ബേസിക് ആയിട്ടുള്ള സമ്മേഷനും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവില്ല, ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളെ ഗൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ ഡിപ്രൈവ്ഡ് ലേണേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ്, അതായത് നമ്മളുടെ ടോട്ടൽ
സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ടോട്ടൽ പാരൻസ്, ഇപ്പം ചിൽഡ്രൻ ഹൂസ് പാരൻസ് ഹാവ് നോട്ട് റിസീവ്ഡ് ഫോർമൽ എഡ്യൂക്കേഷൻ, ഈ പാരൻസിനൊന്നും ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. സോ ആ വീട്ടിൽ ഏറ്റവും ആദ്യത്തെ ലേണർ ആരാ? ഈ ഫസ്റ്റ് ജനറേഷൻ. ഈ ഞാൻ ഇപ്പം എൻ്റെ പാരൻസ് തീരെ പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഞാൻ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ലേണർ ആരാണ്? അത് ഞാനാണ്. ഓക്കെ, അത് MCQയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആർ ചിൽഡ്രൻ ഹൂസ് പേരൻസ് ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്. ഒരിക്കലുമല്ല ഹൂ ആർ ഫസ്റ്റ് ബോൺ ഇൻ ദ ഫാമിലി. അതായത് എൻ്റെ ബ്രദറാണ്, എൻ്റെ മൂത്ത ബ്രദറാണോ ഇതായിട്ട് വരിക എന്നുള്ളത്. ഒരു ബ്രദറായിട്ടുണ്ടാവുമ്പം അങ്ങനെയാണ് വരിക. പക്ഷെ അത് മാത്രമല്ല, ഹൂസ് പാരൻസ് ഹാവ് നോട്ട് റിസീവ്ഡ് ഫോർമൽ എഡ്യൂക്കേഷൻ. എൻ്റെ പേരൻസിന് ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ജനറേഷൻ ലേണർ ആവാനുള്ള റീസൺ. എനിക്കൊരു മൂത്ത ആളുണ്ട്, എന്നെക്കാൾ മൂത്തൊരു ബ്രദറുണ്ട്. പാരൻസ് ഈ ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ലേണറായിട്ട് എൻ്റെ ബ്രദറും വരും. ഓക്കെ, ഫോർ ടീച്ചിങ് ലേണേഴ്സ് ഫ്രം ഡൈവേഴ്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് ബാക്ക്ഗ്രൗണ്ട്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ ടീച്ചർ ഈസ്. അതായത് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വരുന്ന കുട്ടികളെ നമ്മൾ ടീച്ചർമാർ എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഏതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആയിട്ട് വരുന്നത്? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഓക്കെ, അവർ അങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ നല്ലപോലെ അടിച്ചിരുത്തി പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കും. അല്ല, ഫാസ്റ്റ് സിലബസ് കംപ്ലീഷൻ. അവർക്ക് വേഗം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒറ്റയ്ക്ക് ഇത് പഠിച്ചോളൂ എന്നുള്ള ലെവലിൽ ഉള്ള സാധനം, അത് ഓക്കെയാണ്. അല്ല, എമ്പതി ആൻഡ് സെൻസിറ്റിവിറ്റി. അവരെങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ബോധം ഉണ്ടായിട്ട് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ അതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ലേണേഴ്സ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. താരേ സമീൻ പർ ആയിരുന്നു തോന്നുന്നു അമീർ ഖാൻ്റെ പടം. അതിൽ ഈ കുട്ടിക്ക് വരുന്ന ഇഷ്യൂസൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് പഠിക്കുന്നില്ല എന്നുള്ളത് ഒരിക്കലും ഒരു എന്താ പറയുക, ലോ ഇൻ്റലിജൻസ് അണ്ടറിൽ വരുന്നതോ അല്ലെങ്കിൽ അതെന്തൊക്കെ ഒരു ഇഷ്യൂ ആണെന്നുള്ള ലെവലിൽ കാണേണ്ട സാധനമില്ല. മേ ബി ചില കുട്ടികൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ പോലും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുമ്പം അത് എന്താ പറയുക, LDൻ്റെ അണ്ടറിൽ, ലേണിംഗ് ഡിസിപ്ലിൻ്റെ അണ്ടറിലാവാനാണ് ചാൻസ്. ഡിഫിക്കൽട്ടീസ് ഇൻ സ്പെസിഫിക് അക്കാഡമിക് സ്കിൽസ് നോട്ട് ഡ്യൂ ടു ലോ ഇൻ്റലിജൻസ്. ലോ ഇൻ്റലിജൻസ് കാരണമാവാതെ അക്കാഡമിക് സ്കിൽസിൽ വരുന്ന ഡിഫിക്കൽട്ടീസ്, അതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ, LDൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ലെക്സിയ, ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്, ഡിസ്ഗ്രാഫിയ, ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്, ഡിസ്കാൽക്കുലിയ, ഡിഫിക്കൽട്ടി ഇൻ മാത്തമാറ്റിക്സ്. ഇങ്ങനത്തെ കുറേ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. ഇവിടെ 3 ഡിനോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രം. നിങ്ങൾക്ക് അത്രയൊക്കെ, അതായത് ഒരുപാടെണ്ണം പഠിക്കേണ്ടതായിട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് അത്ര ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രം. അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു ലോ ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് കുറവും ലേണിംഗ് ഡിസബിലിറ്റിയും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മേ ബി അതൊക്കെ ട്രൂ ആണോ, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. ബി അവെയർ, അത് ശ്രദ്ധിക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, MCQ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ലെക്സിയ റെഫേഴ്സ് ടു ഡിഫിക്കൽറ്റി ഇൻ. എന്താണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്? എന്തിനുള്ള ബുദ്ധിമുട്ടാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു റീഡിങ്ങിലുള്ള ബുദ്ധിമുട്ടാണ്. അതേപോലെ ഓരോന്നും മനസ്സിലാക്കി. ഡിസ്ഗ്രാഫിയ എന്തിനുള്ള ബുദ്ധിമുട്ടാണ്, ഡിസ്കാൽക്കുലിയ എന്തിനുള്ള ബുദ്ധിമുട്ടാണെന്നൊക്കെ. പിന്നെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് LDനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടും. ഒരു 4-5 കൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള, നമ്മൾ സ്കൂളിൽ പോകുമ്പം കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു 3-4 കൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ എ ചൈൽഡ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി യൂഷ്വലി ഹാസ്. എന്താണ് ഒരു ചൈൽഡ്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു ചൈൽഡ് അത് ലോ ഇൻ്റലിജൻസ് ഉള്ള ചൈൽഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ശരിയാണോ? നമ്മൾ സ്പെഷ്യലി പറഞ്ഞതാണ് നോട്ട് ഡ്യൂ ടു ലോ ഇൻ്റലിജൻസ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ദെൻ നോർമൽ ഇൻ്റലിജൻസ് വിത്ത് സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അതാണ് ആൻസേഴ്സ് വരുന്നത്. സിവിയർ മെൻ്റൽ റിട്ടാർഡേഷൻ അല്ല, ഇമോഷണൽ ഡിസോർഡേഴ്സ് ഓൺലി അല്ല. ആൻസർ വരുന്നത് നോർമൽ ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ എന്തുണ്ട്, പഠിക്കാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. ദെൻ ലേണിംഗ് ആൻഡ് പെഡഗോജി. ഹൗ ചിൽഡ്രൻ ലേൺ.
ചിൽഡ്രൻസ് എങ്ങനെയാണ് പഠിക്കുന്നത്? ആക്റ്റീവ് ലേണേഴ്സ് ആണ്. അവർ ചെയ്താൽ പഠിക്കുന്നത്. ഇപ്പം ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ല, ഈ കുപ്പിൻ്റെ അടപ്പൊക്കെ ഇട്ട് പഠിക്കുന്നത്. അവരുടെ മോട്ടോർ സ്കില്ല്, ഈ പേശികളുടെയും എല്ലുകളുടെയും ഒക്കെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ അവരെന്താണ് ഇത് കണ്ടു പഠിക്കുന്നു, ചെയ്യുന്നു. കുട്ടികളെ ഈ പാവക്കുട്ടികളെ കോമനിച്ച് കൊണ്ടെടുക്കുന്നത് കണ്ടില്ലേ? നമ്മൾ ഈ വലിയമാരും അമ്മമാരൊക്കെ കുട്ടികളെ കൊണ്ടെടുക്കുന്നത് കണ്ടിട്ട് കുട്ടികളത് ആക്റ്റീവ് ചെയ്ത് പഠിക്കുന്നു. അതേപോലെ തന്നെയാണ് എല്ലാ ലേണിങ്സും വരുന്നത്. അത് അവരുടെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സ്പേസ് കൊടുക്കുമ്പോൾ അവരങ്ങനെ പഠിക്കുന്നു. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്. നമ്മൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തിയററ്റിക്കലി വെറുതെ കുറേ അങ്ങനെ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല. എക്സ്പീരിയൻസ് ത്രൂ ആണ് ലേണിംഗ് പോസിബിൾ ആവുന്നത്. ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് ലേണിംഗ്. തോൽക്കാന്നുള്ളത് ലേണിങ്ങിൻ്റെ എൻഡ് അല്ല, അതൊരു പാർട്ടാണ്. അങ്ങനെയൊക്കെ നടക്കും. അത് ത്രൂ ഒക്കെ തന്നെയാണ് പഠിക്കുക. സോ ബ്ലെയിം സിസ്റ്റം ചൈൽഡിനോട് വേണ്ട. നിങ്ങൾ തോൽവിയല്ലേ, ഈ സാധനങ്ങളൊന്നും കുട്ടികളെടുത്ത് വേണ്ട. അത് ആവശ്യമുള്ള രീതിയല്ല, അതുകൊണ്ട് യൂസും ഇല്ല. കുട്ടികൾക്ക് ദോഷം ഉണ്ടാക്കുക എന്നല്ലാതെ. സോ MCQs നോക്കാം. ചിൽഡ്രൻസ് ലേൺ ബെസ്റ്റ് വെൻ ദേ ആർ. ഇപ്പം നമ്മൾ പഠിച്ച സ്ലൈഡുമായിട്ട് ഇതിൽ എന്ത് ബന്ധമുണ്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ നമ്മൾ പറഞ്ഞ സാധനം തന്നെ ഇവിടെ പറയുന്നുള്ളൂ. ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ലേണിംഗ്. ചിൽഡ്രൻസ് ലേൺ ബെസ്റ്റ് വെൻ ദേ ആർ. നമ്മൾ നേരത്തെ പറഞ്ഞ 3 പോയിന്റില്ലേ, അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ഏതാ ആൻസറിന്? ആക്റ്റീവ് ലേണേഴ്സ്. ആക്റ്റീവ് ലേണേഴ്സ് നേരിട്ട് കൊടുത്തിട്ടില്ല, ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ലേണിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. MCQs മാക്സിമം വർക്കൗട്ട് ചെയ്യുക. നമുക്ക് പറയുന്ന തിയറീസ് നമുക്ക് വേണമെങ്കിൽ ഭയങ്കര കാഷ്വലായിട്ട് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷേ MCQസിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇൻ എ ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം. ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതേപോലത്തെ ഒരു ക്ലാസ് റൂമിൽ മിസ്റ്റേക്സ് മെയ്ഡ് ബൈ എ ചിൽഡ്രൻ ഷുഡ് ബി വ്യൂഡ് ആസ്. ഒരു കുട്ടിയുടെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് കുരുത്താൻ കേട്ടോ, ഓനൊക്കെ എന്താ ചെയ്യേണ്ടത്, കുനിച്ചിർത്തി 2 അടി ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു വിടണം എന്ന് പറയുകയാണോ വേണ്ടത്? അതായത് ഫെയിലിയർ ടു ബി പണിഷ്ഡ്. അവർ ആ തെറ്റ് കാണുമ്പോൾ നമ്മൾ പണി ചെയ്ത് വിടുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ സയൻസ് ഓഫ് ലോ ഇൻ്റലിജൻസ് ആണ്. ബുദ്ധി കുറവുണ്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കുറവുണ്ട്. ബുദ്ധി കുറവുണ്ടെന്നുള്ള ടേം ശരിക്കും പ്രോപ്പർലി കറക്റ്റ് അല്ല, ക്ലിയർ ആവാനും മനസ്സിലാവാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഇൻ്റലിജൻസ് കുറവ് എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. സോ സയൻസ് ഓഫ് ലോ ഇൻ്റലിജൻസ് ആണോ? ഇനി അതും അല്ലെങ്കിൽ റീസൺസ് ഫോർ കമ്പാരിസൺ ആണോ? കമ്പാരിസൺ ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ ആണോ? അതും അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റെപ്സ് ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ പഠനം ഡെവലപ്മെൻ്റ് ആയിട്ട് വരുമ്പം അതിൽ പെടുന്ന ഭയങ്കര നോർമൽ ആയിട്ടുള്ള തിങ്ക് ആണ്, നാച്ചുറൽ സ്റ്റെപ്പാണ്. സോ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലേണിംഗ്. ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. പേഴ്സണലിൽ മോട്ടിവേഷനും ഹെൽത്തും. നമുക്ക് പേഴ്സണലി നമുക്ക് എന്താ പറയുക, മോട്ടിവേഷൻ ലോ ആയി. ഇപ്പം ഞാൻ എത്ര പഠിച്ചാലും ഈ പരീക്ഷ പാസ്സാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും. മോട്ടിവേഷനും അതിനുണ്ട്. മോട്ടിവേഷൻ ത്രൂ ആണ് ഞാൻ പറഞ്ഞതിപ്പോൾ. നമ്മുടെ മോട്ടിവേഷൻ മൊത്തം പോയി. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റെ വരാൻ പോകുന്ന എക്സാമിക്ക് പാസ്സാകാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പഠനത്തിനെ ബാധിക്കും. അതേപോലെ ഹെൽത്ത് വൈസ് ഇപ്പം നല്ല പനിച്ച് പിടിച്ച് ഞാനവിടെ കിടപ്പില്ല. സോ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ വരുന്ന 2 കാര്യങ്ങളാണ് എൻവയറമെൻറ്റൽ സറൗണ്ടിങ്സ് എങ്ങനെ എന്നുള്ളത്. നമ്മുടെ ഫാമിലിയും സ്കൂളും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പഠനത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പേഴ്സണൽ ഫാക്ടർ എഫക്റ്റിംഗ് ലേണിംഗ്? ഏതാണ് ഈ അണ്ടറിലെ പേഴ്സണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന പേഴ്സണൽ ഫാക്ടർ എന്താണ് എന്നാണ് ചോദ്യം. സോ നമ്മൾ ഡയറക്റ്റ്ലി പറഞ്ഞാണ് മോട്ടിവേഷനും ഹെൽത്തും ആണ് വരുന്നത്. ഓപ്ഷൻ സി മോട്ടിവേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി മോട്ടിവേഷൻ ആണ്. ദെൻ ഫാമിലി ആൻഡ് സ്കൂൾ എൻവയൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ലേണിംഗ് ബിക്കോസ് ദേ ആർ. നമ്മുടെ എൻവയൺമെൻറ്റ് ത്രൂ, അതായത് ഫാമിലിയും സ്കൂൾ എൻവയൺമെൻറ്റും influence learning because they are personal factors, biological factors, environmental factors, hereditary factors. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കൊക്കെ ആൻസർ ആയിട്ട് തോന്നും. കാരണം പേഴ്സണൽ ഫാക്ടേഴ്സ് നമ്മുടെ പേഴ്സണലായിട്ട് ഉള്ളതാണെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇനി അതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷൻ വിട്ട് കഴിഞ്ഞാൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് വന്നു. സോ ജനറ്റിക്കലി കണക്ഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് ചിന്തിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമ്മുടെ പാരമ്പര്യപരമായിട്ട് വന്നിട്ടുള്ള
ഇഷ്യൂ കൊണ്ടാണോ എന്ന് ചിന്തിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. സോ ആൻസർ സ്പെസിഫിക് ആയിട്ട് എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ്, അതെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ് എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ചൈൽഡ് ആസ് പ്രോബ്ലം സോൾവർ. പ്രോബ്ലം സോൾവർ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതല്ല, വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ പ്രോബ്ലം സോൾവിങ് വരുന്നത്. ഓക്കെ, ചിൽഡ്രൻസ് ലേൺ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഈ കുട്ടികളെടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതെന്താ, അതെന്താ, ഇതെന്താ, അതെന്താ. നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇവർ ചിലപ്പോൾ റിപ്പീറ്റഡ്ലി ചോദിക്കും, ചെറിയ കുട്ടികൾ കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിക്കലൂടെയാണ് പലപ്പോഴും കുട്ടികൾ പഠിക്കുന്നത്. എൻക്വയറി ബേസ്ഡ് ലേണിംഗ് എൻകറേജസ് തിങ്കിങ് ആൻഡ് ക്യൂരിയോസിറ്റി. അതെന്താ, ഇതെന്താ, അതെങ്ങനെ, ഇതെങ്ങനെ, അതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ച്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ തിങ്കിങ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി എൻകറേജ് ചെയ്യും ലേണിങ്ങിനെ. ഓക്കെ, ദെൻ ഡിസ്കവറി മെത്തേഡ് ഹെൽപ്സ് ചിൽഡ്രൻ വിത്ത് ഫൈൻഡ് സൊല്യൂഷൻ ഓൺ ദെയർ ഓൺ. ഡിസ്കവറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, ഡിസ്കവർഡ് ആയിട്ട്, അതായത് നമ്മൾ മൊത്തമായിട്ട് ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിഞ്ഞ് പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ത്രൂ പഠിക്കുന്ന സംഭവം. സോ അതിലൂടെ തന്നെ നമ്മൾ ആ മിസ്റ്റേക്സ് കണ്ടുകഴിഞ്ഞാൽ സൊല്യൂഷൻസ് കണ്ടെത്താൻ അത് ത്രൂ തന്നെ പഠിക്കും. ഓൾസോ പ്രൊമോട്ട്സ് സയൻറ്റിഫിക് തിങ്കിങ് ആൻഡ് റീസണിങ്. ലേണിംഗ് ഈസ് എഫക്റ്റീവ് വെൻ ചിൽഡ്രൻ സോൾവ് പ്രോബ്ലംസ്. അതായത് ലേണിംഗ് എഫക്റ്റീവ് ആണ് എപ്പോൾ ചിൽഡ്രൻസ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ. അതൊരു ലേണിംഗ് ആണ്. ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞപ്പം ചില വാപ്പന്മാരൊക്കെ വേണേക്കാം, അതോട് പഠിച്ചോളല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ചെയ്യില്ലല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഈ ഒരു ടോട്ടൽ സ്ലൈഡിന് ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ ദ ടീച്ചിങ് മെത്തേഡ് ദാറ്റ് എൻകറേജ് ചിൽഡ്രൻ ടു ഡിസ്കവർ നോളജ് ബൈ ദംസെൽവ്സ്. ഡിസ്കവറി മെത്തേഡ് നമ്മളത് ആദ്യം സ്ലൈഡിൽ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ പറഞ്ഞിരുന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡിസ്കവറി മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് മെയിൻലി ഡെവലപ്സ്. രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ പഠിച്ച കാര്യം, എന്തിനാ എൻകറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാ ഡെവലപ്പ് ചെയ്യുന്നത്? റോഡ് മെമ്മറൈസേഷൻ, പാസീവ് ലേണിംഗ്, സയൻറ്റിഫിക് തിങ്കിങ്, ഓക്കെ, പ്രോബ്ലം സോൾവിങ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇമോഷൻ ആൻഡ് കോഗ്നിഷൻ. ബേസിക് ഇമോഷൻസ്, അതായത് ഈ സന്തോഷം, പേടി, ദേഷ്യം, സങ്കടം, ഇങ്ങനത്തെ ഒക്കെ നമ്മുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പഠിക്കാൻ മൂടില്ല എന്ന് പറയില്ലേ, അതേപോലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അഫക്ട്സ് അറ്റൻഷൻ, മോട്ടിവേഷൻ ആൻഡ് ബിഹേവിയർ. ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ് എന്തിനൊക്കെ ബാധിക്കും? നമ്മളെ അറ്റൻഷനെ ബാധിക്കും, നമുക്ക് നമ്മളെ പഠനം ശ്രദ്ധിക്കാൻ പറ്റില്ല. മോട്ടിവേഷനെ ബാധിക്കും, മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്തിനാ? ലേണിങ്ങിനെ. അതേപോലെ ബിഹേവിയറിനെയും ബാധിക്കും. സോ കോഗ്നിഷൻ ഇൻക്ലൂഡ്സ് തിങ്കിങ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. നമ്മൾ നേരത്തെ കോഗ്നിഷൻ പ്രോസസ് ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ, ആ ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഇമോഷൻ ആൻഡ് കോഗ്നിഷൻ ആർ ക്ലോസ്ലി റിലേറ്റഡ്, നോട്ട് സെപ്പറേറ്റ്. രണ്ടും രണ്ട് കാര്യം അത് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എ ചൈൽഡ് ഇമോഷണൽ സ്റ്റേറ്റ് ഡയറക്ട്ലി affects thinking and learning ability. എ ചൈൽഡ് ഇമോഷണൽ ഡയറക്ട്ലി എഫക്റ്റ് ആണ് തിങ്കിങ്ങിൻ്റെയും ലേണിംഗ് എബിലിറ്റിനും. ഓക്കെ, MCQ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻ ആൻഡ് കോഗ്നിഷൻ? ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. അതാണോ ആൻസർ വരുന്നത്? അല്ല. ദെൻ ഇമോഷൻ ആസ് നോ എഫക്റ്റ് ഓൺ ലേണിംഗ്. ഇമോഷൻ ലേണിങ്ങിന് എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ശരിയല്ലല്ലോ. അതേപോലെ കൊഗ്നിഷൻ കൺട്രോൾസ് ഇമോഷൻസ് ഓൺലി, അതുമല്ല. ഇമോഷൻ ഇൻഫ്ലുവൻസസ് തിങ്കിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കുന്ന മെയിൻ പോയിന്റ്, ഇമോഷൻ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? തിങ്കിങ്ങിനെയും ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് അപ്പോൾ ആൻസർ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എ ചൈൽഡ് ഹു ഈസ് ആങ്ഷ്യസ് ഓർ ഫിയർഫുൾ ഇൻ ദ ക്ലാസ് റൂം ഈസ് ലൈക്ലി ടു ഷോ. എന്തിനാണ് അവരങ്ങനെ ടെൻഷൻ ആവുന്നത്? ബെറ്റർ റീസണിങ് എബിലിറ്റി, അതുമല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് കോൺസെൻട്രേഷൻ, ഹയർ മോട്ടിവേഷൻ, അതുമല്ലെങ്കിൽ പുവർ ലേണിംഗ് പെർഫോമൻസ്. ചില MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ തന്നെ വേർഡ് ബൈ വേർഡ് പഠിച്ചോളുന്നില്ല. സോ മനസ്സിലാക്കുക, ചൈൽഡ് ആങ്ഷ്യസും ഫിയർഫുള്ളും ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പുവർ ലേണിംഗ് പെർഫോമൻസ്, അവരുടെ ലേണിംഗ് പെർഫോമൻസിലെ ബാഡ് എഫക്റ്റ് തന്നെയാണ്. സോ
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. മോട്ടിവേഷൻ ഈസ് ദ ഡ്രൈവ് ടു ഫോഴ്സ് ബിഹൈൻഡ് ലേണിംഗ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവാണ്, നമുക്കൊരു ത്വരയാണ് ഒരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ കൊണ്ടുള്ള ഒരു 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 ഇൻട്രസ്റ്റ്. ഇവിടെ അതുതന്നെയാണ് പറയുന്നത്, ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ലേണിംഗ്. എന്താ പറയുക, ലേണിംഗ് നടക്കാനുള്ള മെയിൻ കാര്യം മോട്ടിവേഷൻ ആണ് എന്ന രീതിയിലാണ് ഇപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അതായത് ഇന്നർ ഇൻട്രസ്റ്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ എക്സ്റ്റേണൽ റിവാർഡ്സ്. നമുക്കിപ്പം പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇത് കിട്ടും അത് കിട്ടും എന്നുള്ള കോൺസെപ്റ്റിനേക്കാൾ എന്താ പറയുക, നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളായിരിക്കാം ഈ പഠനത്തിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാന്നുള്ളത്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. മാസ്ലോ ഹയറാർക്കി ഓഫ് നീഡ്സ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ബേസിക് നീഡ്സ് മസ്റ്റ് ബി മെറ്റ് ഫസ്റ്റ്. അതായത് എന്താ പറയുക, ഈ ബേസിക് നീഡ്സ് വേണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മോട്ടിവേഷനും ലേണിങ്ങും ഒക്കെ സുഖമായിട്ട് നടക്കും എന്നുള്ളത് മാസ്ലോൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ബേസിക് നീഡ്സ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കൂ എന്നാണ് പറയുന്നത്. വിത്തൗട്ട് ബേസിക് നീഡ്സ്, അതായത് ഫുഡ്, സേഫ്റ്റി, ഇമോഷണൽ സെക്യൂരിറ്റി, ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ ലേണിംഗ് കനോട്ട് ഹാപ്പൻ. അത് നമുക്ക് ലേണിംഗ് പോസിബിൾ അല്ല, നമുക്ക് നടത്തിയെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതേപോലെ എ മോട്ടിവേറ്റഡ് ചൈൽഡ് ലേൺസ് ബെറ്റർ ദാൻ എ പ്രഷേർഡ് ചൈൽഡ്. വീടിൻ്റെ ഭാരം മൊത്തം ചുമലിലേറ്റ് നടക്കുന്ന കുട്ടിനേക്കാൾ ഭയങ്കര സുഖമായിട്ട് ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് മോട്ടിവേഷനോട് കൂടി പഠിക്കുന്ന കുട്ടിയായിരിക്കും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുക. MCQs. വിച്ച് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ കൺസിഡേർഡ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ലേണിംഗ്? ഏതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്റ്റേണലിനേക്കാൾ ഇൻട്രിൻസിക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് എഫക്റ്റീവ് എന്ന്. അതുതന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അക്കോർഡിംഗ് ടു മാസ്ലോൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അക്കോർഡിംഗ് ടു മാസ്ലോ ലേണിംഗ് ഈസ് ഡിഫിക്കൽട്ടി വെൻ എപ്പോൾ ബേസിക് ആയിട്ടുള്ള നീഡ്സ് കിട്ടാതിരിക്കുമ്പോൾ. അതായത് ഓപ്ഷൻ സി, ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ആർ അൺമെറ്റ്. ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്. ക്ലാസ് റൂം നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ് ഏകദേശം പറയുന്നത്. ക്രിയേറ്റ് എ ചൈൽഡ് ഫ്രണ്ട്ലി ക്ലാസ് റൂം. ഞാനെന്ന് പറഞ്ഞ ടീച്ചറാണ് ഇവിടെ എല്ലാം, ഞാനാണ് മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളാവുന്നതിന് പകരം കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ക്ലാസ് റൂം അറേഞ്ച് ചെയ്യാം. യൂസ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് ടു സപ്പോർട്ട് ഓൾ ലേണേഴ്സ് ഇൻക്ലൂഡിങ് CWSN. അതായത് സ്പെഷ്യൽ കെയർ വേണ്ടി വരുന്ന കുട്ടികൾക്കും കൂടി, സ്പെഷ്യൽ നീഡ് വേണ്ടി വരുന്ന. അപ്പോൾ ഇൻക്ലൂസീവ്, അതായത് നമുക്കൊരു എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പ്രാക്ടീസസ് വേണം, അല്ലെങ്കിൽ ഒരു ഇന്നർ പ്രാക്ടീസസ് വേണം എന്നാണ് അവിടെ ഉദ്ദേശിച്ചുള്ളത്. ഫോളോ ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ് ടു പ്രൊമോട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ക്ലിയർ ആയോ? എ ഗുഡ് ക്ലാസ് റൂം സപ്പോർട്ട്സ് ലേണേഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഈക്വാലിറ്റി ഫോർ എവറി ചൈൽഡ്. ഒരു ഗുഡ് ക്ലാസ് റൂം നമ്മൾ എല്ലാവരിലും എത്തിപ്പെടുന്ന പോലെ അറേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അതിൽ വരുന്ന MCQs. എ ചൈൽഡ് ഫ്രണ്ട്ലി ക്ലാസ് റൂം മെയിൻലി പ്രൊമോട്ട്സ്. എന്താണ് മെയിൻലി പ്രൊമോട്ട്സ് ചെയ്യുന്നത്? അത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ലേണിംഗ് ആണ്, ഓപ്ഷൻ സി. മാക്സിമം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് ആൻസേഴ്സ് നോക്കാതെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി എന്താ പറയുക, നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് ഒന്നും കൂടി ആക്റ്റീവ് ആവാൻ ചാൻസ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ലേണിംഗ്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസ് എയിം ടു. ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. യൂസ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് ടു സപ്പോർട്ട് ഓൾ ലേണേഴ്സ് ഇൻക്ലൂഡിങ് CWSN. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസസ് എയിം ടു ടീച്ച് ഓൺലി ആവറേജ് ലേണേഴ്സ് അല്ല. ഈ ഓൺലി എന്നുള്ള വേർഡ്സ് വരുമ്പോൾ തന്നെ നമ്മളൊന്ന് റീതിങ്ക് ചെയ്താൽ മതി. അധികം ഇങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും ഓൺലി ഇൻക്ലൂഡ് ചെയ്യുക. സെപ്പറേറ്റ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതുമല്ല. പ്രൊവൈഡ് ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ ചിൽഡ്രൻസ്. എല്ലാവർക്കും ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് വേണം. ഈ സ്പെഷ്യൽ നീഡ്സ് വേണ്ടവർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഓക്കെ ആയിട്ടുള്ള കുട്ടികൾ മാത്രമല്ല, ഒരു സ്പെഷ്യൽ കാറ്റഗറിയോ ജെൻഡറോ മാത്രമല്ല, അങ്ങനെ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
സോ കൺക്ലൂഡ് ചെയ്യാം. ചൈൽഡ് ഈസ് ദ സെൻറ്റർ. നമ്മളിപ്പോൾ നമ്മൾ ടീച്ചറായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളാണ് അല്ലെങ്കിൽ ചൈൽഡാണ് നമ്മുടെ മെയിൻ, അവരാണ് നമ്മുടെ ബോസ്. അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ വേണം നമ്മൾ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ വേണം നമ്മളൊക്കെ ഡീൽ ചെയ്യാൻ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഗൈഡാണ്, അതല്ലെങ്കിൽ സപ്പോർട്ടറാണ്. നമ്മളൊരു മെൻറ്ററായിട്ട് ആക്ട് ചെയ്യാനേ പാടുള്ളൂ. ഒക്കെ അവർക്ക് ചെയ്തു കൊടുക്കലല്ല, അല്ലെങ്കിൽ ഒക്കെ ഓർഡർ ചെയ്യലല്ല. അവരുടെ കൂടെ ഇരുന്നെങ്ങാണ്ട് ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക. ആക്റ്റീവ്ലി ലേണിങ്സ് ആണ് എപ്പോഴും എഫക്റ്റീവ്. സോ ആക്റ്റീവായിട്ട് തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളും ആക്റ്റീവ് ആയിരിക്കണം, കുട്ടികളും ആക്റ്റീവ് ആയിരിക്കണം. അതേപോലെ ലേണിംഗ് ഷുഡ് ബി മീനിങ് ഫുൾ, ആക്റ്റീവ് ആൻഡ് ചൈൽഡ് സെൻറ്റേഡ്. നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെ. എഫക്റ്റീവ് ടീച്ചിങ് ഫോക്കസ് ഓൺ ഹൗ ചിൽഡ്രൻ ലേൺ, നോട്ട് ജസ്റ്റ് വാട്ട് ഈസ് ടോൾഡ്. നമ്മൾ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതല്ല, അവരെന്ത് പഠിച്ചു എന്നുള്ളതാണ് എഫക്റ്റീവ് ടീച്ചിങ്ങിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഞാൻ ഒരു ഫുൾ സിലബസ് എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലെന്ത് എഫക്റ്റീവ് ടീച്ചിങ് ഉള്ളത്? നിങ്ങൾക്ക് എവിടെ വരെ മനസ്സിലായില്ല, എന്തെങ്കിലും മനസ്സിലായോ എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഈ എഫക്റ്റീവ് ടീച്ചിങ് അല്ലെങ്കിൽ എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗേസ്. താങ്ക് യു ഇത്രയും ക്ലാസ് കേട്ടിരുന്നതിന്. എക്സാമിന് ഒരു സ്പെഷ്യൽ ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക, സെറ്റാക്കുക, MCQs മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഓൾ.